ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഷിജു ആചാരി, പവന്നൂർ, കോഴിക്കോട് ജില്ലയിലാണ്. വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ കർമാചാര്യനാണ്. വാസ്തുശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ വാസ്തുശാസ്ത്ര സനാതന ധർമ്മമാകുന്ന ജീവിത രീതിയിലേക്ക് വിശ്വകർമ്മജരെ ക്ഷണിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. വിശ്വകർമ്മജരെ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള സകല ജനങ്ങളെയും ആ ഒരു ധർമ്മധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു ധർമ്മധാരയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ ഭൂമിയുടെയും അതുപോലെ തന്നെ നവഗ്രഹങ്ങളുടെയും അതേപോലെ തന്നെ മറ്റു ഉപഗ്രഹങ്ങളുടെയും അതേപോലെ തന്നെ ദിക്കുകളുടെയും അഷ്ടദിക്കുകളുടെയും ഒക്കെ ഊർജ വ്യവസ്ഥകൾ നമ്മുടെ ശരീരമാകുന്ന ബ്രഹ്മാണ്ടത്തെയും സ്വാധീനിക്കുന്നു എന്നുള്ള തത്വമാണ് വാസ്തുശാസ്ത്ര സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ തരത്തിലുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ സ്വയമേവ മാറി ചിന്തിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കർമ്മധർമ്മങ്ങളുമെല്ലാം ആ രീതിയിലേക്ക് എത്തപ്പെടുമ്പോൾ ഒരു സുസജ്ജമായ ഒരു ക്ഷേമമായ ഒരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ഇന്ന് പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അളവ് സമ്പ്രദായം എന്നുള്ളതാണ്. എന്താണ് അളവ് സമ്പ്രദായം? നമുക്കറിയാം, ലോകത്ത് ഭാരതം മാത്രമല്ല പല പല രാജ്യങ്ങളിലും അളവ് സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നു. ഇന്ന് നമ്മൾ പൊതുവെ ഉപയോഗിക്കപ്പെടുന്ന ഒരളവ് സമ്പ്രദായമാണ് മീറ്റർ, സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ പൗണ്ട്, അതുപോലെ തന്നെ കിലോഗ്രാം, അതുപോലെ തന്നെ പല രീതിയിലുള്ള അളവുകോലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇഞ്ചളവുകൾ, ഫൂട്ടളവുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നീളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മെഷർമെൻ്റ് സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കപ്പെടുന്നത്, എല്ലാവരും കൈകാര്യം ചെയ്യപ്പെടുന്നത് മീറ്റർ എന്നുള്ള അളവാണ് അധികപക്ഷവും എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നത്. അത് നമ്മുടെ ബാഹ്യമായ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു തത്വസംഹിതയാണ് ആ മീറ്റർ എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ചത്. ഇത് സാർവത്രികമായിട്ട് അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി എന്നാൽ വാസ്തുശാസ്ത്ര സനാതന ധർമ്മത്തിൽ എന്താണ് അളവ് സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. അളവ് സമ്പ്രദായം കൃത്യമായും ഉപയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രഹ്മാണ്ടത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അഷ്ടദിക്പാലകന്മാരടങ്ങുന്ന 8 യവങ്ങളുള്ള വിരലുകളും അതിനോട് ചേർന്ന് 24 വിരലുകൾ ചേർന്നിട്ടുള്ള മുഴക്കോലുകളും ഹസ്തങ്ങളും അതുപോലെ തന്നെ പ്രവരങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ സനാതനധർമ്മത്തിലെ അളവ് സമ്പ്രദായം. ഈ അളവ് എവിടെ നിന്നുണ്ടായി? ഏതെല്ലാം തരത്തിലുള്ള അളവുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? ഇന്ന് എല്ലാ അളവുകളും നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ടത് 3 തരത്തിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് നമ്മുടെ വാസ്തുശാസ്ത്ര സനാതന ധർമ്മത്തിൽ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്. അതിൽ പ്രധാനമാണ് യവമാനം എന്നുള്ള അളവ് സമ്പ്രദായം. എന്താണ് യവമാനം എന്ന അളവ് സമ്പ്രദായം എന്ന് നോക്കാം. യവമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ച ഊർജം അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജം പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുന്ന വിത്തുക്കൾ, അതായത് വിത്തുകൾ ഏതെല്ലാമാണ്? ഇപ്പോൾ നഗര നെല്ല്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നെല്ലുകൾ, അതുപോലെ തന്നെ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബാർലികൾ, ഗോതമ്പ് നെല്ലുകൾ, അല്ലെ? അങ്ങനെയുള്ള വിത്തുകളിൽ ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസുകൾ അടങ്ങിയിട്ടുള്ള വിത്തുകളെ ഒരു യവമാക്കി കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റാക്കി കണക്കാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള 8 യൂണിറ്റുകൾ ചേർന്നുകൊണ്ട് ഒരു വിരല അങ്കുലമായും അങ്ങനെ 24 അങ്കുലങ്ങൾ ചേർന്നുകൊണ്ട് ഒരു മുഴക്കോലായിട്ടും കണക്കാക്കുന്ന രീതിയെയാണ് നമ്മൾ യവമാനത്തിലുള്ള അളവ് സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു അളവ് സമ്പ്രദായമാണ് അങ്കുലമാന അളവ് സമ്പ്രദായം. എന്താണ് അങ്കുലമാനം? അങ്കുലം എന്ന് പറയുന്നത് യവത്തിലൂടെ 8 യവത്തിലൂടെ ഉണ്ടാക്കിയത്
ഒരങ്കുലം എന്ന് പറയാം. എന്നാൽ അങ്കുലമാനം എന്ന് പറയപ്പെടുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ നിർമ്മിതി ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വലതു കൈയിലെ ചൂണ്ടുവിരലിൻ്റെ നടുഭാഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു അങ്കുലം എന്ന് പറയുന്നു. അതായത് വിരലിൻ്റെ 3 ഭാഗങ്ങളിൽ ഏറ്റവും നടുക്കുള്ള ഭാഗത്തിനെ ഒരു അങ്കുലം എന്ന് പറയുന്നു. അങ്ങനെയുള്ള 24 അങ്കുലങ്ങൾ ചേർന്നിട്ടും നമുക്ക് ഇവിടെ എന്തുണ്ടാക്കുന്നുണ്ട്? അളവ് സമ്പ്രദായങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ അങ്കുലമാനപ്രകാരം അളവ് സമ്പ്രദായം ഉണ്ടാക്കുന്നത് അയാൾ ആ നിർമ്മിതിയിൽ പൂർണ്ണമായും സ്വസ്ഥമായും സമ്പൽ സമൃദ്ധിയായും ജീവിക്കേണ്ടതുണ്ട്. അയാളാണ് അതിൻ്റെ ഗൃഹനാഥൻ. അതുകൊണ്ട് സർവകാലത്തോളം അദ്ദേഹം ഇതിൽ താമസിക്കുമാറാകട്ടെ എന്നുള്ള ഒരു സംശയമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അടുത്ത ഒരു മാനമാണ്, അതായത് ഒന്നാമത്തെ മാനം യവമാനം, രണ്ടാമത്തത് അങ്കുലമാനം. ഇനി മൂന്നാമത്തതാണ് പ്രധാനപ്പെട്ട മാനം എന്ന് പറയുന്നത് സൂത്രമാനം. എന്താണ് സൂത്രമാനം എന്ന് നോക്കാം. സൂത്രമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാസ്തുമണ്ഡലം ഉണ്ടാക്കി കഴിയുമ്പോൾ ആ വാസ്തുമണ്ഡലത്തിൽ, അതായത് ഒരു സ്ഥലവാസ്തു മണ്ഡലം നമ്മൾ സമചതുരത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലവാസ്തു മണ്ഡലത്തിലെ 8 സൂത്രങ്ങൾ ഉണ്ടാവും. ഈ സൂത്രവണ്ണത്തിൻ്റെ 1/12, അതായത് 12 ഭാഗമാക്കിയതിൽ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിലെ സൂത്രമാനം എന്ന രീതിയിൽ നമ്മൾ കാണാൻ. അതായത് ഒരു സൂത്രമണ്ഡലം, ഇപ്പം 8 വലിയൊരു വാസ്തുമണ്ഡലത്തിൻ്റെ 1/12, അതായത് 12ൽ ഒരു ഭാഗത്തെ, സൂത്രവണ്ണത്തിൻ്റെ 12ൽ ഒരു ഭാഗത്തിനെയാണ് നമുക്ക് ഇവിടെ അങ്കുലമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ 24 അങ്കുലങ്ങൾ ചേർന്നിട്ടുള്ളതും എന്താണ്, ഒരു സൂത്രമാനം എന്ന രീതിയിൽ അറിയപ്പെടുന്നു. അപ്പോൾ സൂത്രമാനം 3 മാനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്. 1 സൂത്രമാനം, 2 അങ്കുലമാനം, 3 യവമാനം. ഈ 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളും ഇന്നും വാസ്തുശാസ്ത്രത്തിൽ നിലനിൽക്കുന്നില്ല. ഇന്ന് സൗകര്യത്തിന് വേണ്ടി ഈ സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മീറ്ററിലേക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുന്നത് കൊണ്ട് ഒരുപാട് ദൂഷ്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. കാരണം എന്താണ്, കൃത്യമായ അളവ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ഓരോ പ്രദേശത്തിൻ്റെയും ഗുണവും ഓരോ പ്രദേശത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അളവ് നിലനിൽക്കേണ്ടത്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ 1 കിലോ ഭൂഗുരുത്വാകർഷണത്തിൻ്റെ തോതനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു സാധനത്തിൻ്റെ വെയിറ്റ് കണക്കാക്കപ്പെടുന്നത്. അത് തന്നെ നമ്മുടെ ധ്രുവത്തിലെത്തിക്കഴിഞ്ഞാൽ അതിന് വ്യത്യാസമുണ്ട്. അത് തന്നെ ചന്ദ്രനിലെത്തിക്കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. അത് തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള വെയിറ്റ് ചെറിയൊരു പോയിന്റ് വ്യത്യാസത്തിലാണ് മറ്റൊരു സ്ഥലത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് തന്നെയാണ് അളവ് സമ്പ്രദായത്തിൻ്റെയും വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് അളവ് സമ്പ്രദായം ഒരു വാസ്തു ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും അതിൻ്റെ യവമാനത്തിലോ സൂത്രമാനത്തിലോ അതല്ലെങ്കിൽ അങ്കുലമാനത്തിലോ എടുക്കേണ്ടതാണ്. എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ എല്ലാ അളവുകളും കൃത്യമായിട്ട് അതിനുപയോഗിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.